ഇത്രയും നാൾ ഊഹാപോഹങ്ങളും റൂമറുകളും സൂചനകളും ഒക്കെയായിരുന്നു ജിതു മാധവൻ ആവേശത്തിന് ശേഷം ഒരുക്കാൻ പോകുന്ന മോഹൻലാൽ സിനിമയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും ഇത് അഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ്. ഇന്നിതാ അത് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ സിനിമ സംഭവിക്കാൻ പോകുന്നു. ഈ വർഷം മോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഫഹദ് ഫാസിൽ നായകനായെത്തിയ ആവേശം. രംഗണ്ണനായി ഫഹദ് തകർത്തഭിനയിച്ച സിനിമ സംവിധാനം ചെയ്തത് ജിതു മാധവൻ ആയിരുന്നു. ജിതു മാധവൻ മോഹൻലാലുമായി ചേർന്ന് ചിത്രം ചെയ്യുന്നു എന്നതാണ് പുറത്തുവന്ന ഏറ്റവും വലിയ റിപ്പോർട്ട്. ഈ ചിത്രം എങ്ങനെയായിരിക്കും, ആരായിരിക്കും നിർമ്മിക്കുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ പേരുകളൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയതും. അതേ ട്രേഡ് അനലിസ്റ്റുകൾ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ മോഹൻലാൽ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് ഗോകുലം മൂവീസ് ആണ്. മോഹൻലാലും ജിതു മാധവനും ഒന്നിക്കാൻ പോകുന്ന ചിത്രം ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഒരുങ്ങാൻ പോകുന്നു. 2025 ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് വിവരങ്ങൾ. 2025 മധ്യത്തോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇന്നിതാ ഗോകുലം ഗോപാലിനൊപ്പം ജിതു മാധവൻ നിൽക്കുന്ന ചിത്രങ്ങൾ സഹിതം പങ്കുവച്ചിട്ടാണ് ഈ അപ്ഡേറ്റ് എത്തിയിരിക്കുന്നത്. വരാൻ പോകുന്നത് ആക്ഷൻ, കോമഡി, എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന മോഹൻലാൽ ചിത്രമായിരിക്കുമെന്നാണ് സൂചനകൾ. മോഹൻലാലിന്റെ സംവിധാനത്തിലെത്തുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ആ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഇനി ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റിന്റെ കാര്യങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അടുത്തതായി മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് സത്യനന്ദിക്കാട് ചിത്രമാണ്. അതിനു മുമ്പേ തന്നെ ഈ ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം. രംഗണ്ണനെ കൊണ്ടുവന്നതുപോലെ മോഹൻലാലിനെയും കൊണ്ടുവരണം എന്ന് തന്നെയാണ് പല ആരാധകരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചിത്രം തന്നെയായിരിക്കും മോഹൻലാലിന് സമ്മാനിക്കുക എന്നാണ് പലരും പറയുന്നത്. മോഹൻലാലിന് വേണ്ടി അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് സത്യം പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കാലിബർ അനുസരിച്ചുള്ള ഗംഭീര സ്ക്രിപ്റ്റ് വന്നാൽ ഗംഭീര വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. ഇത് തന്നെയാണ് പല പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടെത്തുന്നത്. ജിതു മാധവനും ആവേശത്തെക്കുറിച്ച് വലിയ രീതിയിൽ പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു ആവേശം എന്ന ചിത്രം. പ്രേക്ഷകർ ഹർഷാരവത്തോടെ സ്വീകരിച്ച ചിത്രമാണ് ആവേശം എന്ന ചിത്രം. ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ സൂപ്പർ ഹിറ്റ് ആകുക എന്നത് ചിലപ്പോഴെങ്കിലും സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ രണ്ടാമത്തൊരു സിനിമ സംവിധാനം ചെയ്ത് അതും കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുക എന്നത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണ്. അങ്ങനെ ഒരു ആവേശ വിജയത്തിൽ നിൽക്കുന്ന സംവിധായകൻ ജിതു മാധവൻ ഒരു രോമാഞ്ചം പോലെ തഴുകി വന്ന് പിന്നീട് ആവേശമായി മാറുക. ഒറ്റവാചകത്തിൽ ഈ സംവിധായകനെ വിശേഷിപ്പിക്കാനാകുന്നത് ഇങ്ങനെയാണ്: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരികളും ഇടയ്ക്കൊക്കെ പേടിയും നിറച്ച ഒരു സിനിമ ഹിറ്റാകുക. അതായിരുന്നു ജിതു മാധവന്റെ സംവിധാനത്തിൽ പിറന്ന ആദ്യ സിനിമ രോമാഞ്ചമെങ്കിൽ. രണ്ടാം സിനിമയായ ആവേശത്തിൽ ഒരു ഗാങ്സ്റ്ററിന്റെ കഥയാണ് രസകരമായി അവതരിപ്പിച്ചത്. ഫഹദ് ഫാസിലിനെ നായകനാക്കി കോളേജ് പിള്ളേരുകളുടെയും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ചിത്രം ആവേശം അത്ര വലിയ തരംഗമായി മാറി. റിയൽ ലൈഫ് സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ജിത്തു ആവേശത്തെ വെളിത്തിരയിൽ എത്തിച്ചത്. പിരിമുറുക്കവും നർമ്മവും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും നിറഞ്ഞ ഒരു ഗാങ്സ്റ്റർ കോമഡിയാണ് ആവേശം. രംഗണ്ണനായി ഫഹദ് ഫാസിൽ സ്ക്രീനിൽ നിറഞ്ഞാടുകയായിരുന്നു. ആവേശം എന്ന സിനിമ ആളുകൾ സ്വീകരിക്കുമെന്ന് ഉറപ്പായിരുന്നു. ആ ഉറപ്പ് തന്നെയാണ് ഇങ്ങനെ ഒരു എലമെന്റ് പരീക്ഷിക്കാനുള്ള കാരണമെന്നും ജിതു മാധവൻ പറയുകയുണ്ടായി. രംഗണ്ണനെയും കുട്ടികളെയും പ്രേക്ഷകർ നിറഞ്ഞ കൈയോടെ സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ആ സന്തോഷം പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു: ആവേശം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിരി വന്നതും ത്രില്ലടിപ്പിച്ചതും ഹൈ കിട്ടിയതുമായ സീനുകളുണ്ട്. അതെല്ലാം തിയേറ്ററിൽ പ്രേക്ഷകനും അതുപോലെ കിട്ടുമെന്ന് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ടെന്നും ജിത്തു പറഞ്ഞപ്പോൾ, എടാ മോനെ, ഈ വിളിയിൽ കിട്ടുന്ന കൈയിടിയും ആവേശവുമാണ് ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. എടാ മോനെ എന്നുള്ളത് എന്താ മോനെ എന്നതിലേക്കാണ് ഇനിയിപ്പോൾ മോഹൻലാലിലേക്ക് എത്തുമ്പോൾ വരാൻ പോകുന്നത്. ജയിലർ എന്ന സിനിമയിൽ മോഹൻലാലിനെ ക്യാമറയിലെത്തിച്ച് പ്രേക്ഷകരെ ഒന്ന് ഞെട്ടിച്ചിരുന്നു. അതുപോലൊരു വേഷമൊക്കെയാണ് പ്രേക്ഷകർ ജിതു മാധവനുമായി ഒന്നിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലും. എന്തായാലും ഇമാജിനേഷന് കടിഞ്ഞാണിടാൻ പറ്റില്ലല്ലോ, അവരിങ്ങനെ ചിന്തിച്ചു കൂട്ടും. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഒരു ഗംഭീര ചിത്രമായിരിക്കണം എന്ന വലിയൊരു ആഗ്രഹം മാത്രമാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. ജിത്തു ആവേശത്തിൽ ആവേശഭരിതനായപ്പോൾ ഇനി വരാൻ പോകുന്നത് ജിത്തുവിന്റെ മോഹൻലാൽ സിനിമയാണ്. തന്റെ ലൈഫിൽ ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടെന്ന് ജിത്തു മാധവനും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഓരോ പടങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ വിഭാഗത്തിൽ വരുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും മോഹൻലാലിലേക്കും എത്തിയിരിക്കുക എന്നത് പ്രേക്ഷകരും അനുമാനിക്കുകയാണ്. രംഗണ്ണനെ പോലെ ഒരു സബ്ജക്റ്റ് മോഹൻലാലിലേക്ക് എത്തിയാലോ എന്നതാണ് കൗതുകത്തോടെ പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുന്നതും. ഏതായാലും മോഹൻലാലിനെ വെച്ചൊരു ഗംഭീര സിനിമ തന്നെ ഉണ്ടാകണം, അതും ജിത്തു മാധവന്റെ ആവേശം കഴിഞ്ഞുള്ള കാലിബർ പ്രേക്ഷകർ അനുമാനിക്കുകയാണ്. എന്തായാലും മോഹൻലാലിനൊപ്പം ചെയ്യാൻ പോകുന്നത് കോമഡി, ആക്ഷൻ, എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ വരുന്ന ചിത്രമായിരിക്കുമെന്നാണ് പറയുന്നത്. എല്ലാ ഊഹാപോഹങ്ങൾക്കും ഇപ്പോൾ ഒരു വിരാമമായിട്ടുണ്ട് എന്നതാണ് ഇന്നേ ദിവസം ഈ അപ്ഡേറ്റ് വന്നപ്പോൾ പ്രേക്ഷകർ അത്ഭുതത്തോടെ നോക്കിയത്. അങ്ങനെ 2025 മോഹൻലാൽ വരികയാണ് ഒരു ഗംഭീര സിനിമയുമായിട്ട്. ഇതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഹൈപ്പ് വരാൻ പോകുന്നതും. ഈ കഴിഞ്ഞ സിനിമകൾക്കൊക്കെ ഹൈപ്പ് ചിലപ്പോൾ കുറഞ്ഞേക്കാം, പക്ഷേ ഇതിന്റെ ഹൈപ്പ് ഒരുപടി കൂടി തന്നെ ഇരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ജിതു മാധവൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ സിനിമ സംഭവിക്കുന്നു.